ഓം ശ്രീ മഹാദേവി നമ. ഇന്ന് ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം നമ്മൾ 95-96 ശ്ലോകങ്ങൾ അർത്ഥം പറയുന്നു. തേജോവതി ത്രിനയന ലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാ മലയാ ജലവാസിനി. തേജോവതി എന്ന് പറഞ്ഞാൽ തേജസ് ആർന്നവൾ, തേജസ്സോടു കൂടിയവൾ. അല്ലയോ ദേവി, തേജസ്സോടു കൂടിയവളെ. തേജസ് എന്ന് പറയുമ്പോൾ പ്രകാശം, ഭംഗി, അങ്ങനെയെല്ലാം സ്ഥൂലാർത്ഥം പറയാം. സത്വഗുണത്തിൽ നിന്നുണ്ടാകുന്ന ആത്മീയ ശക്തി, പ്രഭവം, അതെല്ലാം ദേവിയിൽ പൂർണ്ണമായി നിലകൊള്ളുന്നു. അതാണ് അതിൻ്റെ സൂക്ഷ്മാർത്ഥം. സൂര്യചന്ദ്രാഗ്നി തേജോരൂപങ്ങളെല്ലാം ദേവിയെ വളരെ കാലം ആരാധിച്ച് ദേവിയുടെ പാദനഖങ്ങളിൽ നിന്നുണ്ടായ അല്പസ്ഫുരണം കൊണ്ടാണ് പ്രകാശിക്കുന്നത് അത്രേ. അങ്ങനെയാണ് സങ്കല്പം. അടുത്തത് തേജോവതി ത്രിനയന. ത്രിനയന എന്ന് പറഞ്ഞാൽ 3 കണ്ണുകളോട് കൂടിയവൾ എന്ന് അതിൻ്റെ സ്ഥൂലമായ അർത്ഥം. ദേവിയുടെ 3 നയനങ്ങൾ സൂര്യനും ചന്ദ്രനും അഗ്നിയുമാണെന്ന് സങ്കല്പം. നയന എന്നതിന് മറ്റൊരർത്ഥം എടുത്താൽ നയിക്കുന്നവൾ, നയന. 3 പ്രമാണങ്ങളാണ്: പ്രത്യക്ഷം, അനുമാനം, ശബ്ദം. ഇതുവഴി സാധകനെ യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് നയിക്കുന്നത് ദേവി അത്രേ. അങ്ങനെയാണ് അതിൻ്റെ സൂക്ഷ്മമായ അർത്ഥം പറയുന്നത്. പിന്നെയോ ലോലാക്ഷി കാമരൂപിണി. അടുത്തത് ലോലാക്ഷി കാമരൂപിണി, ലോലമായ അക്ഷിയോട് കൂടിയവൾ. ലോലം മനോഹരം എന്ന് പറയാം ഒരർത്ഥം. അപ്പോൾ മനോഹരമായ കണ്ണുകളുള്ളവൾ, സുന്ദരി, അത്രേ ഉള്ളൂ. കാമരൂപിണിയായി വർത്തിക്കുന്നവൾ. അപ്പം ലോലാക്ഷികളിൽ കാമരൂപിണിയായി വർത്തിക്കുന്നവൾ എന്ന് ഒരർത്ഥം പറയാം. സ്ത്രീകൾക്ക് മന്മഥരൂപിണിയായവൾ എന്നൊരർത്ഥമുണ്ട് കാമരൂപിണി. സ്ത്രീകൾക്ക് കാമശക്തിയായി വിളങ്ങുന്നവൾ. ലോലാക്ഷിമാരിൽ ഏറ്റവും മികച്ച കാമരൂപത്തോടു കൂടിയവൾ എന്നും വേറൊരർത്ഥം പറയാം. അപ്പോൾ സ്ത്രീകൾക്ക് മന്മഥരൂപിണിയായി വർത്തിക്കുന്നവൾ, സ്ത്രീകളുടെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകളെ ഉണ്ടാക്കി കൊടുക്കുന്നവൾ എന്നും, അതോടൊപ്പം ഏറ്റവും മികച്ച കാമരൂപത്തോടു കൂടിയവൾ എന്നും അർത്ഥം പറയാം. ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. ഭഗവത്ഗീതയിൽ പറയുന്നതാണ് വിഭൂതി യോഗത്തിൽ. അതായത് ധർമാനുസൃതമായ കാമം ഞാൻ തന്നെയാണ്, ഭഗവാൻ പറയുന്നു. എല്ലാ ജീവികളിലും പരസ്പര ആകർഷണത്തിൻ്റെ സൂക്ഷ്മരൂപമാണ് കാമം. അതാകട്ടെ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ഒരാവശ്യവുമാണ്. അപ്പോൾ അതുകൊണ്ട് ധർമ്മമാർഗത്തിലുള്ള കാമം തെറ്റല്ല എന്നാണ് അതിൻ്റെ ശരിയായൊരർത്ഥം ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നു. പിന്നെ മറ്റൊന്ന് മാലിനി ഹംസിനി, മലയാജലവാസിനി. എന്താണ് മാലിനി ഹംസിനി? മാലിനി എന്ന് പറഞ്ഞാൽ മാല ധരിച്ചവൾ, അക്ഷമാല സ്വരൂപിണിയായ ദേവി. ആ ദേവി അക്ഷമാല രൂപിണിയാണ്. അക്ഷമാല എന്ന് പറഞ്ഞാൽ അരുന്ധതി നക്ഷത്രത്തെ ചുറ്റിയുള്ള നക്ഷത്രമാലയാണ് അക്ഷമാല. ആ അക്ഷമാല ദേവി ധരിച്ചിരിക്കുന്നു. പിന്നെ ഹംസിനി, പരമഹംസരൂപിണിയായവൾ. യതിശ്രേഷ്ഠന്മാരിൽ ഒരു പദവിയിലെത്തിയവരാണ് ഹംസന്മാർ എന്ന് പറയുന്നത്. പരമഹംസർ എന്ന് പറയുമല്ലോ. അപ്പോൾ പരമഹംസന്മാർ എന്ന് പറഞ്ഞാൽ അവർ വിവേകത്തിൻ്റെ പ്രതീകമാണ്. ഏറ്റവും ശ്രേഷ്ഠരായ യതികളിൽ തന്നെ ഏറ്റവും ഉയർന്ന പദവിയിലെത്തുമ്പോഴാണ് പരമഹംസന്മാരാകുന്നത്. ദേവിയെ വിളിക്കുന്നത് ഹംസിനി എന്നാണ്. അപ്പോൾ പാലും വെള്ളവും, ഈ ഹംസത്തിൻ്റെ ഒരു പ്രത്യേകത, പാലും വെള്ളവും കൂടിക്കലർന്നതിൽ നിന്ന് പാല് മാത്രം സ്വീകരിക്കാൻ കഴിവുള്ള ഒരു പക്ഷിയാണ് ഹംസം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ നിത്യവസ്തുവിനെയും അനിത്യവസ്തുവിനെയും തിരിച്ചറിയാനും രണ്ടും കൂടിക്കലർന്ന പ്രപഞ്ച വസ്തുക്കളിൽ നിന്ന് സത്യമായതിനെ, നിത്യമായതിനെ മാത്രം സ്വീകരിക്കാനും കഴിവുള്ളവളത്രേ ദേവി. അതാണ് ഹംസിനി എന്ന പേര്. അജപ ഗായത്രി മന്ത്രത്തിൻ്റെ അധിഷ്ഠാന ദേവതയാണ് ഹംസിനി. അതുകൂടിയാണ്. അപ്പോൾ ഹംസിനി എന്ന വാക്ക് ത്യാജഗ്രാഹ്യ വിവേകങ്ങൾ
ഏതാണ് ത്യജിക്കേണ്ടത്, ഏതാണ് ഗ്രഹിക്കേണ്ടത്, ആ ഗ്രഹിച്ചതിനെ തിരിച്ചറിയാനും ഈ പ്രപഞ്ചത്തെ മികച്ച രീതിയിൽ ആ പ്രപഞ്ച വസ്തുക്കളിൽ നിന്ന് സത്യമായതിനെ, നിത്യമായതിനെ മാത്രം സ്വീകരിക്കാനും കഴിവുള്ളതാണ് ദേവി. ആ ദേവിയുടെ കഴിവിനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ വിശേഷണം. ഹംസിനി, മാതാ മലയാജലവാസിനി, മാതാവായി സ്വരൂപം ധരിച്ചവൾ. ഒന്നാമത്തെ മന്ത്രത്തിൽ തുടങ്ങുന്നത് ശ്രീമാതാ എന്നാണ്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ മാതാവാണ് ദേവി. ആ മാതാവാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്, പ്രപഞ്ചത്തെ ഭരിക്കുന്നത്, പ്രപഞ്ചത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ മന്ത്രാണാം മാതൃരൂപ ച മാതൃക പരമേശ്വരി എന്ന് സ്കന്ദപുരാണം പറയുന്നുണ്ട്. അമ്മ എന്ന ഏറ്റവും ശ്രേഷ്ഠമായ സങ്കല്പം ഉപാസകന് അനുഗ്രഹദായകമാണ്. എല്ലാ മന്ത്രങ്ങൾക്കും മാതൃഭൂതയാണ് ദിനനിത്യാദേവികളിൽ. നേരത്തെ ഈ സഹസ്രനാമത്തിൻ്റെ ആരംഭകാലത്ത് പറഞ്ഞിട്ടുണ്ട് ദിനനിത്യാദേവികൾ. ആ നിത്യാദേവികൾ ദേവിയുടെ ശക്തിസേനയിലെ ദേവിയുടെ സംരക്ഷകരാണ്. നിത്യാദേവികൾ എന്ന് പറഞ്ഞാൽ തിഥിയുടെ ദേവതമാരാണ്. ഇവിടെ ദശമി തിഥിയുടെ അധിഷ്ഠാന ദേവതയും കൂടിയാണ് ദേവി. മലയാജലവാസിനി, മലയപർവ്വതത്തിൽ വസിക്കുന്നവൾ. മലയപർവ്വതം സാത്വിക ഭാവത്തിൻ്റെ നിലയനമാണ്. അതതിൻ്റെ സൂക്ഷ്മമായ അർത്ഥമാണ്. പരിശുദ്ധിക്കും ശാന്തിക്കും കുളിർമയ്ക്കും പ്രസിദ്ധമാണ്. അത് ദേവിയുടെ സാന്നിധ്യം കൊണ്ടാണ് അത്രയേറെ പരിശുദ്ധമായത്, അത്രയ്ക്ക് കുളിർമ വിറ്റതായത്, അത്രയേറെ ശാന്തി പ്രദാനം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പിന്നെയോ അടുത്തത് 96-ാമത്തെ ശ്ലോകം. സുമുഖി നളിനി സുഭ്രു ശോഭന സുരനായിക കാളകണ്ഠി കാന്തിമതി ക്ഷോഭിണി സൂക്ഷ്മരൂപിണി. സുമുഖി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സുന്ദരമായ മുഖത്തോടു കൂടിയവൾ. ശോഭനമായ മുഖകാന്തി എന്നും നമുക്ക് സ്ഥൂലാർത്ഥം പറയാം. സുന്ദരവും ജ്ഞാനപ്രകാശത്താൽ കാന്തിപ്രദവുമായ മുഖമാണ് സുമുഖം. ദേവിയുടെ മുഖം സുന്ദരമാണ്, സാമുദ്രിക ശാസ്ത്രപ്രകാരം സുന്ദരമാണ്. ജ്ഞാനത്തിൻ്റെ പ്രകാശം കൊണ്ട് കാന്തിപ്രദമായ മുഖമാണ്. പിന്നെ ദോഷരഹിതമാണ്. സാമുദ്രിക ശാസ്ത്രപ്രകാരം തന്നെ ദോഷരഹിതമാണ്, പാപരഹിതമാണ്. ആ മുഖകാന്തിയെ ആര് തിരിച്ചറിയുന്നുവോ ഉപാസകൻ അത് തിരിച്ചറിയുമ്പോൾ അവരുടെ മുഖവും സുമുഖമാകുന്നു. മുഖകാന്തി ആത്മചൈതന്യത്തിൻ്റെ ബഹിർസ്ഫുരണമാണെന്ന് പറയപ്പെടുന്നു. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ വെറുതെ നമുക്കങ്ങനെ ബാഹ്യമായിട്ട് കണ്ടുപോകുന്നതല്ല. അതിനപ്പുറത്ത് ആത്മചൈതന്യത്തിൻ്റെ ബഹിർസ്ഫുരണമായിട്ടാണ് സൗന്ദര്യത്തെ കണക്കാക്കുന്നത്. നളിനി, ഉത്തമ സ്ത്രീ. താമര എന്നും പര്യായപദമുണ്ട്. ദേവിയുടെ കമനീയവും സുന്ദരവും മൃദുവുമായ സ്വരൂപത്തെ സൂചിപ്പിക്കുന്നു. താമരയുമായി ദേവിയുടെ എല്ലാ അംഗങ്ങളെയും സാദൃശ്യപ്പെടുത്താറുണ്ട്. നളിനി എന്നാൽ ആകാശഗംഗ എന്നും അർത്ഥമുണ്ട്. സ്വർഗംഗ പ്രവാഹം എന്നും അർത്ഥം പറയാം. ദേവി സ്വർഗംഗ പ്രവാഹമാണ് ഭക്തനെ സംബന്ധിച്ചിടത്തോളം. അതും ഒരർത്ഥമാണ്. പിന്നെയോ സുഭ്രു, സുന്ദരങ്ങളായ പുരികങ്ങളോട് കൂടിയവൾ. ഭ്രു എന്ന് പറഞ്ഞാൽ പുരികക്കൊടികൾ സൗന്ദര്യത്തെയും ആജ്ഞാശക്തിയെയും ഗാംഭീര്യത്തെയും സൂചിപ്പിക്കുന്നു. പുരികം ഇങ്ങനെ വളഞ്ഞ പുരികം എന്നൊക്കെ സൗന്ദര്യ ലക്ഷണമായിട്ട് പറയും. ആ പുരികക്കൊടികൾക്ക് ഒരു പ്രത്യേക ആജ്ഞാശക്തി ഉണ്ടാകും, ഗാംഭീര്യമുണ്ടാകും. അപ്പോൾ അത് രണ്ടും ദേവിയുടെ മനോഹരമായ പുരികങ്ങൾ എന്ന് പറയുമ്പോൾ ആജ്ഞാശക്തിയും ഗാംഭീര്യവും അവിടെ സൂചിപ്പിക്കപ്പെടുന്നു. മറ്റൊന്ന് ഷഡാധാരങ്ങളെക്കുറിച്ച് മുൻപ് പറഞ്ഞിട്ടുണ്ട്. ആധാരചക്രങ്ങളിൽ ആജ്ഞാചക്രം ഭ്രൂമധ്യത്തിലാണ്. ഈ പുരികങ്ങൾക്ക് നടുവിലാണ് ആജ്ഞാചക്രം സ്ഥിതി ചെയ്യുന്നത് എന്ന് മുൻപ് നമ്മൾ അർത്ഥം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആജ്ഞാചക്രത്തിൽ 2 ഇതളുള്ള താമരയാണ് എന്നത് ഭ്രൂ എന്ന വാക്കിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു. അടുത്തത് ശോഭന സുരനായിക. ശോഭന, വർദ്ധിച്ച സൗന്ദര്യത്താലും തേജസ്സിനാലും ശോഭിക്കുന്നവൾ ശോഭന. ശോഭന എന്ന് പറയുമ്പോൾ സൗന്ദര്യമാണ്. എല്ലാ വാക്കുകളുടെയും അർത്ഥത്തിൽ പലതരത്തിലുള്ള ഇതാണ് അതിനെ നിർവചിക്കുന്നത്, പലതരത്തിലാണ്. ശോഭന സുന്ദരമാണ്, വർദ്ധിച്ച സൗന്ദര്യത്താലും തേജസ്സിനാലും ശോഭിക്കുന്നവൾ. സുരനായിക എന്ന് പറഞ്ഞാൽ ദേവന്മാർക്ക് നായിക, ദേവന്മാരുടെയും നേതൃത്വം വഹിക്കുന്നവളാണ്. അധീശയാണ്,
ദേവന്മാരുടെ. ഓരോ പ്രപഞ്ച ഘടകത്തിലും വായു, ജലം, അഗ്നി മുതലായവയ്ക്കും നമ്മിലുള്ള ഓരോ ഇന്ദ്രിയത്തിനും അധിഷ്ഠാന ദേവതമാരുണ്ട്. ആ ദേവതമാർക്കെല്ലാം നായികയായ ദേവി, അവർക്കെല്ലാം അധീശയാണ് എന്നർത്ഥം. അപ്പോൾ ഓരോ പ്രപഞ്ച ഘടകത്തിനും, എല്ലാ വായു, ജലം, അഗ്നി തുടങ്ങിയ ഓരോ ഇന്ദ്രിയത്തിനും അധിഷ്ഠാന ദേവത, ആ ദേവതമാരുടെയും ദേവിയാണ് നമ്മുടെ ശ്രീലളിത പരമേശ്വരി. പിന്നെ കാളകണ്ഠി കാന്തിമതി. കാളകണ്ഠൻ എന്ന് പറഞ്ഞാൽ ശിവൻ, കറുത്ത നിറമുള്ള കണ്ഠത്തോട് കൂടിയവൻ. പാലാഴി കടഞ്ഞപ്പോൾ അമൃതം വരുന്നതിന് മുൻപ് കാളകൂട വിഷം വമിച്ചു വാസുകി. അപ്പോൾ ശിവനാണ് അതിനെ തടഞ്ഞു നിർത്തി പാൽക്കടലിൽ വീഴാതെ സ്വന്തം ഗളത്തിലേക്ക് അത് ആവാഹിച്ചെടുത്തു. അങ്ങനെയാണ് കാളകണ്ഠനായത്. കറുത്ത കണ്ഠം, നീലകണ്ഠൻ, കാളകണ്ഠൻ. കാളകണ്ഠി എന്ന് പറഞ്ഞാൽ ശിവൻ്റെ പത്നി. ദേവീ പുരാണം അനുസരിച്ച് ഭാരതത്തിലെ 68 പുണ്യസ്ഥാനങ്ങളിൽ ഒന്നാണ് കാലഞ്ചരം. കാലഞ്ചരി കാളകണ്ഠ. ദാരുകവധത്തിനായി ദേവി കാളകണ്ഠി കബർദിനി എന്ന നാമങ്ങളോട് കൂടി അവതരിച്ചു എന്നും ലിംഗപുരാണത്തിൽ പറയുന്നു. കാന്തിമതി, കാന്തിയുള്ളവൾ. കാളകണ്ഠി കാന്തിമതി, കാന്തിയുള്ളവൾ, സൗന്ദര്യത്തിൻ്റെ മൂർത്തരൂപം എന്ന് നമുക്ക് പറയാം. പിന്നെ ക്ഷോഭിണി, ക്ഷോഭം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പെട്ടെന്ന് ക്ഷോഭമുണ്ടായി എന്ന് പറഞ്ഞാൽ കോപത്തിൻ്റെ വേറൊരു വകഭേദമാണ്. അതിൻ്റെ ഒരു ബഹളം പിടിച്ച ഭാഗമാണ് ക്ഷോഭം. സൂക്ഷ്മരൂപിണി. ക്ഷോഭം ഉത്കടമായ ചലനമാണ്, ഭൗതിക വസ്തുക്കളുടെ ഉത്കടമായ ചലനത്തെ കുറിക്കുന്നു. ക്ഷോഭം എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെ അത് കുടികൊള്ളുന്നു. പുരുഷൻ നിശ്ചലവും അഖണ്ഡവുമായ തത്വമാണ് പുരുഷനെയും പ്രകൃതിയെയും കുറിക്കുകയാണിവിടെ. പുരുഷൻ നിശ്ചലമാണ്, അഖണ്ഡവുമായ തത്വമാണ്. പ്രകൃതി ചലനാത്മകമാണ്. പുരുഷനെ ചലിപ്പിച്ച് പ്രവൃത്തിയോന്മുഖമാക്കുന്നത് പ്രകൃതിയാണ്. ആ ഉത്സാഹശക്തി ദേവിയാണ്. അങ്ങനെ പ്രകൃതിയെ ചലിപ്പിക്കുന്ന ഉത്സാഹശക്തിയായി ദേവി പ്രവർത്തിക്കുന്നു. പ്രപഞ്ച സൃഷ്ടിക്കു വേണ്ടി ത്രിഗുണങ്ങളെയും കാലശക്തിയെയും ക്ഷോഭിപ്പിച്ച് ആവിർഭവിക്കുന്നത് ആദിപരാശക്തിയായ ദേവി തന്നെയാണ്. അപ്പോൾ പ്രപഞ്ച സൃഷ്ടിക്കു വേണ്ടി ത്രിഗുണങ്ങളെയും കാലശക്തിയെയും എല്ലാം ഇളക്കി ക്ഷോഭിപ്പിച്ച് ആവിർഭവിക്കുന്നത് ദേവി പരാശക്തിയാണ്. വരാഹപുരാണം അനുസരിച്ച് മന്ധരപർവ്വതത്തിൽ തപസ് ചെയ്യുന്ന വൈഷ്ണവീ ദേവിയുടെ ക്ഷോഭത്തിൽ നിന്ന് കോടിക്കണക്കിന് ദേവിമാരുണ്ടായി എന്നാണ് പറയുന്നത്. പ്രപഞ്ച വസ്തുക്കളിൽ ആകമാനം വ്യാപിച്ചു. ഈ ദേവിമാർ പ്രപഞ്ച വസ്തുക്കളിലെല്ലാം വ്യാപിച്ചു, ആ ചൈതന്യം. അതിനാൽ ദേവിയെ ക്ഷോഭിണി എന്ന് വിളിക്കുന്നു. പിന്നെ സൂക്ഷ്മരൂപിണി, ഇന്ദ്രിയ ഗോചരമല്ലാത്തതും നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ പറ്റാത്തതും സർവ്വവ്യാപകവുമായ സൂക്ഷ്മ രൂപമുള്ളവൾ. ദേവി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ബാഹ്യനേത്രങ്ങൾ കൊണ്ട്, നമുക്ക് ബാഹ്യകർണങ്ങൾ കൊണ്ടോ ഒന്നും ദേവിയെ തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷെ യഥാർത്ഥ ഭക്തിയിൽ ദേവിയെ തിരിച്ചറിയാം എന്നവിടെ ഒരു സൂക്ഷ്മാർത്ഥമുണ്ട്. അപ്പോൾ സൂക്ഷ്മം എന്നത് വ്യാപകത്വം എന്ന ഗുണത്താൽ പരമാത്മാവ് തന്നെയാണ്, വ്യാപിച്ചു നിൽക്കുകയാണ്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ആ ദേവീ രൂപം. അത് സൂക്ഷ്മരൂപമാണ്. നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് ബാഹ്യഗോചരം, ഇന്ദ്രിയ ഗോചരമല്ല എന്നാണ് പറയുന്നത്. ബാഹ്യനേത്രങ്ങൾ കൊണ്ട് ഗോചരമല്ല. അപ്പോൾ അതിനെ നമുക്ക് പരമാത്മാവിനെ കാണണമെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ കളങ്കമില്ലാതെ നിഷ്കാമ ഭക്തിയോടുകൂടി ദേവിയെ, പരമാത്മാവിനെ, ഈ പരാശക്തിയെ നമ്മൾ ഉൾക്കൊള്ളണം. ജീവനുള്ളവയിലെല്ലാം കാണപ്പെടുന്ന ചൈതന്യമായി ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു ദേവി എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഓം ശ്രീ മഹാദേവ്യൈ നമഃ.